നാളെ അല്ല, മറ്റന്നാ കഴിഞ്ഞിട്ട് പോവാം. കണ്ട അന്ന് അമ്മ ഞാൻ പറഞ്ഞില്ലേ, അന്ന് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ എന്തോന്ന് വെച്ചാൽ, ഇവിടെ ഈ ഗേറ്റ് തുറക്കുമ്പോൾ ഇറക്കുന്ന 4 സ്ലാബ് മാറ്റിത്തരാൻ പറഞ്ഞു. അതിലെ ഒരെണ്ണം മാറ്റി എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് 2 ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്നെല്ലാം അങ്ങോട്ട് മാറ്റി. അങ്ങോട്ടൊന്നും മാറ്റാൻ ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഗേറ്റ് മറഞ്ഞ് നിൽക്കുന്ന അതായത് ഒരു ഗേറ്റേ ഉള്ളൂ ഈ വീട്ടിൽ, അതിന് 2 പാളിയുമാണ് ഉള്ളത്. അപ്പോൾ ആ ഗേറ്റിൻ്റെ ഒരു പാളിയുടെ ഭാഗമെങ്കിലും മാറ്റിത്തരാൻ പറഞ്ഞു. ഒരു പാളി എന്ന് പറയുമ്പോൾ 4 സ്ലാബ് വരും. ആ 4 സ്ലാബ് മാറ്റിയാൽ മറ്റേ പാളിയിൽ അവിടെ ഇട്ടോട്ട്, തൽക്കാലം അവിടെ വച്ചോട്ട്. നമ്മളപ്പോൾ അത് ഉപയോഗിച്ചില്ല, തൽക്കാലം ഇതാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. 4 എണ്ണം മാറ്റിത്തരാൻ പറഞ്ഞു. ആ 4 എണ്ണത്തിൽ പോലും മാറ്റാതെ അങ്ങോട്ടും കൊണമോണെന്ന് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആറ്റുകാൽ അമ്പലത്തിലെ സാധനങ്ങൾ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സാധനം എടുക്കാൻ വന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് സാധനങ്ങൾ കൊണ്ട് അകത്ത് വെപ്പിച്ചിട്ട് അയാളെ കൊണ്ട് തിരിച്ചിറങ്ങി പോണതിൻ്റെ ഇടയിൽ ഈ സ്ലാബുകളുടെ ഇടയിൽ കാല് തട്ടി അയാൾ മലർന്ന് വീണ് അയാളുടെ കാലിൻ്റെ പെരുവിരൽ ഒടിഞ്ഞ് പൊളർന്ന് ചോര വന്ന് അയാൾ കൊണ്ടുപോയി ആശുപത്രിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഈ 4 എണ്ണം മാറ്റിയിട്ടതാ. എന്നിട്ട് അതിന് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കണം. ഇനിയിപ്പം തോന്നുന്നു ഓരോ പ്രാവശ്യവും നമ്മൾ ഇവന്മാരുടെ അടുത്ത് തർക്കിക്കണോ? അതിനേക്കാളും കൊണ്ടുപോയി പോലീസിൽ പരാതി പറയണതല്ലേ നല്ലത്. റിട്ടേണായിട്ട് പറഞ്ഞാലും കേൾക്കാതെ മനഃപൂർവ്വം കാണിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പോയി ചെന്ന് പരാതി കൊടുക്കുന്നത് തന്നെ നല്ലതമ്മ. നോക്കാം. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യും. ഞായറാഴ്ചയല്ലേ അമ്മ പറഞ്ഞേ? തിങ്കളാഴ്ച പോവാം. അത്ര തന്നെ, തിങ്കളാഴ്ച പോയി നോക്കാം. പരാതിയായിട്ട് എഴുതി കൊടുക്കാം. ഹലോ, ഇല്ല, സ്പീക്കറിലൊന്നും അല്ല ഇട്ടേക്കണേ അവിടെ. ശനിയാഴ്ച നോക്കാം. നാളെ വരുമോയെന്ന് എനിക്കറിയാം. നാളെ വരുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ആ പറയുന്നത് ഞാൻ റെക്കോർഡും ചെയ്ത് വയ്ക്കാം. എന്നിട്ടും മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കേണ്ടി തന്നെ വരും കേട്ടോ. കണ്ടല്ലോ ഇട്ടിരിക്കണത് എങ്ങനെയെന്ന്. ഇതിൻ്റെ ഇടയിലാണ് അയാളുടെ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്ന ഗ്യാപ്പിൻ്റെ ഇടയിൽ, ഈ 2 ഗ്യാപ്പ് വന്നതിൻ്റെ ഇടയിൽ അയാളുടെ കാല് വിരൽ കുടുങ്ങി അയാൾ മലർന്ന് വീണിട്ട് അയാൾ കാലെടുത്ത് നോക്കിയപ്പോൾ വിരലൊക്കെ പൊളിഞ്ഞു പോയി. മനസ്സിലായ? വിരലിൻ്റെ നഖത്തിൻ്റെ പോർഷനും വിരലും കൂടെ പൊളിഞ്ഞ് ഇളകിപ്പോയി. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയം തോന്നും. മനസ്സിലായില്ലേ? ആ രീതിക്ക് ഞാൻ മാറ്റി ഇട്ട് തരാൻ പറഞ്ഞതാണ്.